ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു ഇന്ന് വാദം. പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. രാഹുലിനെതിരെ നിരന്തരം പരാതികളുണ്ടെന്നും ജാമ്യം കിട്ടിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, അടച്ചിട്ട മുറിയിലായിരുന്നു ഈ ജാമ്യത്തിന്മേലുള്ള വാദങ്ങൾ നടന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പുറത്തേക്ക് പറയാനും കഴിയുകയില്ല. എന്നാലും പ്രതിഭാഗത്തിൻ്റെ വാദം ജാമ്യം അനിവാര്യമാണ്. ജാമ്യത്തിന് പറയപ്പെടുന്ന കൂടുതൽ തെളിവുകളൊക്കെ തന്നെ പ്രതിഭാഗം കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയോ? പ്രോസിക്യൂഷൻ എടുത്ത നിലപാടെന്തായിരുന്നു? 1 മണിക്കൂർ 45 മിനിറ്റ് നീണ്ട അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. 12 മണിക്ക് ആരംഭിച്ച വാദപ്രതിവാദങ്ങൾ പൂർത്തിയാക്കിയ ഘട്ടത്തിൽ കോടതി ഇതിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അറിയിക്കുകയാണ് ഉണ്ടായത്. 2 മണിക്ക് ശേഷമാണ് അഭിഭാഷകരും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരും. കക്ഷിക്ക്, അതായത് പ്രതിഭാഗം അതിശക്തമായ വാദങ്ങളായി മുന്നിൽ കൊണ്ടുവന്നത് പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, ഒപ്പം തന്നെ ശബ്ദ സന്ദേശങ്ങൾ എന്നിവയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്, അതോടൊപ്പം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് ചെയ്തത് എന്നീ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ന്യൂനതകൾ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ ശാസ്തമംഗലം അജിത് കുമാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ലൈംഗിക പീഡനം എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. ഒപ്പം തന്നെ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന പക്ഷം അദ്ദേഹം സ്ഥലത്തുനിന്ന് കടന്നു കളയുമെന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ല. മാത്രമല്ല, പ്രതി ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി കൂടിയാണ് എന്നതിനാൽ നിയമം അനുശാസിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ പ്രതി മുങ്ങുന്ന ഘട്ടമാണെങ്കിൽ ശക്തമായ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് അതിന് പോംവഴി കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുകൂടി അദ്ദേഹം കോടതിയെ ഓർമ്മപ്പെടുത്തി. എന്നാൽ പ്രോസിക്യൂഷൻ പ്രതിക്ക് ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യമാണ് കോടതിക്ക് മുൻപാകെ വെച്ചത്. പ്രതി സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നിരവധി ചെയ്തിട്ടുണ്ട്. ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് മുൻപായി തന്നെ സമാന സ്വഭാവത്തിലുള്ള പരാതികളിന്മേൽ 2 കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നുള്ള കാര്യം കോടതിയെ അദ്ദേഹം പ്രോസിക്യൂഷൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ 1 മണിക്കൂർ 45 മിനിറ്റ് നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് കോടതി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്.